മാതാപിതാക്കളെ പലപ്പോഴും തങ്ങളുടെ മക്കളോട് പറയാതെ പോകുന്നതും മാതാപിതാക്കൾ മക്കളിൽ നിന്ന് പലപ്പോഴും മറച്ചു പിടിക്കുന്നതുമായ ചില കാര്യങ്ങളുണ്ട്. പലപ്പോഴും മക്കളുടെ ജീവിതത്തിൽ മക്കളതൊട്ട് അറിയുകയുമില്ല, മാതാപിതാക്കൾ മക്കളോട് അതൊട്ട് പറയുകയുമില്ല. എന്താണ് മക്കളിൽ നിന്ന് മാതാപിതാക്കൾ മറച്ചു പിടിക്കുന്ന ആ രഹസ്യം? അല്ലെങ്കിൽ എന്താണ് മാതാപിതാക്കൾ മക്കളോട് പലപ്പോഴും പറയാൻ അല്ലെങ്കിൽ മക്കൾ അറിയാതെ പോകുന്ന മാതാപിതാക്കളുടെ കാര്യങ്ങൾ? വേറെ ഒന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ അമ്മമാർ നമ്മളിൽ നിന്ന് മറച്ചു പിടിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? പലപ്പോഴും അടുക്കളയ്ക്ക് ഉള്ളിൽ ആ ചുറ്റളവിൽ ജോലി ചെയ്യുമ്പോഴേ എത്രയോ പ്രാവശ്യം നമ്മുടെ അമ്മമാരുടെ കൈ പൊള്ളാറുണ്ട്. എന്നാൽ ഏതെങ്കിലും അമ്മമാരെ മക്കളോട് വന്നിട്ട് പറയാറുണ്ടോ, ഞാൻ ഇന്ന് അടുക്കളയിൽ നിങ്ങൾക്ക് വേണ്ടി പാചകം ചെയ്ത സമയം, നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയം എൻ്റെ കൈ പൊള്ളി, അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? പലപ്പോഴും കൈ പൊള്ളിയാലും നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ അമ്മമാരെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി ആ കൈകൾ നമ്മളെ കാണിക്കാതെ മറച്ചു പിടിച്ചിട്ട് നമ്മുടെ വയറ് നിറയ്ക്കുന്നത് നമ്മൾ അറിയുന്നുണ്ടോ? ഇത് പലപ്പോഴും നമ്മൾ അറിയാതെ മാതാപിതാക്കളെ നമ്മളിൽ നിന്ന് മറച്ചു പിടിച്ച് ചെയ്യുന്ന ഒരു വലിയ സത്യമാണ്. ഇത് പലപ്പോഴും മക്കൾ അറിയത്തില്ല. എത്ര കൈ പൊള്ളിയാലും എത്രയാവതില്ലേലും പൊള്ളി കൈകൊണ്ട് ആ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഭക്ഷണമുണ്ടാക്കി മാതാപിതാക്കൾ തരാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർ തരാറുണ്ട്. ഇത് പലപ്പോഴും മക്കളോട് അമ്മമാർ പറയാത്ത മറച്ചു പിടിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അമ്മ നമ്മളിൽ നിന്ന് മറച്ചു പിടിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. പലപ്പോഴും കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ എത്രയോ പ്രാവശ്യം നമ്മുടെ അമ്മമാരുടെ കൈകൾ മുറിയാറുണ്ട്. എന്നാൽ നമ്മളോട് ആരോടെങ്കിലും അമ്മ പറയാറുണ്ടോ എൻ്റെ കൈ മുറിഞ്ഞെന്ന്? കൈ മുറിഞ്ഞാൽ അമ്മ എന്തു ചെയ്യും? അവിടുന്ന് ഏതെങ്കിലും ഒരു പഴംതുണി എടുത്ത് ആ കയ്യെ വലിച്ചു കെട്ടി വീണ്ടും പാചകം തുടങ്ങും. എന്തിനാ? മക്കൾ പട്ടിണിയാകല്ലേ, എൻ്റെ കൈ മുറിഞ്ഞത് സാരമില്ല, എങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളെ പട്ടിണിയാകല്ലേ. പലപ്പോഴും കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്ന അമ്മമാരുടെ കയ്യിൽ പഴംതുണിക്കെട്ടുകൾ വിരലുകളിലൊക്കെ കാണാം. നമ്മൾ ചോദിക്കുമ്പോൾ അമ്മമാർ നമ്മളോട് പറയും, ഓ അത് സാരമില്ലെന്നേ, ഓ അതൊന്നും കുഴപ്പമില്ല, ചെറിയൊരു മുറിവേ ഉള്ളൂ. സത്യത്തിൽ അത് വലിയ മുറിവായിരിക്കും. അപ്പോൾ കിച്ചണിൽ എന്നാ ഉണ്ടോ, ഉപ്പെങ്കിൽ ഉപ്പ്, മഞ്ഞളെങ്കിൽ മഞ്ഞൾ, അത് കയ്യിൽ വെച്ച് കെട്ടി ആ പാവങ്ങളെ പഴംതുണി കൊണ്ട് കൈകെട്ടി വീണ്ടും നമുക്ക് വേണ്ടി ആഹാരം പാചകം ചെയ്യും. ഇത് നമ്മുടെ അമ്മമാരെ നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്ന ഒരു കാര്യമാണ്. സ്നേഹമുള്ളവരെ, ഇതുപോലെയാണ് നമ്മുടെ അച്ഛന്മാരെ. പലപ്പോഴും ജോലി സ്ഥലങ്ങളിൽ പോയി ആരിൽ നിന്നെല്ലാം എന്തെല്ലാം ശാസനകളും എന്തെല്ലാം പരിഭവങ്ങളും പരാതികളും കേട്ട് മടങ്ങി വരുമ്പോൾ നമ്മളോടൊരിക്കലും നമ്മുടെ അച്ഛൻ പറയാറില്ല, ഇന്നെൻ്റെ ജോലി സ്ഥലത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ടായി, ഞാൻ ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഏതെങ്കിലും അച്ഛന്മാരെ കുഞ്ഞുങ്ങളോട് വന്ന് പരാതി പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ ഒരുപക്ഷെ ജോലി സ്ഥലത്ത് പോയി അന്ന് ശമ്പളം കിട്ടി എന്ന് വരികയില്ല, അല്ലെങ്കിൽ അന്ന് ചിലപ്പം ജോലി കാണുകയില്ല. എങ്കിലും നമ്മൾ പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ നമ്മുടെ അച്ഛന്മാരെ നമുക്ക് സാധിച്ചു തരാറുണ്ട്. വൈകുന്നേരം വരുമ്പോൾ അവർക്ക് ജോലിയില്ലെങ്കിലും അവരെന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചാലും നമ്മൾ പറഞ്ഞു വിടുന്ന കാര്യങ്ങളുമായിട്ടായിരിക്കും പലപ്പോഴും നമ്മുടെ അച്ഛൻ തിരിച്ചു വരുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ജോലി സ്ഥലത്ത് വെച്ച് പല വയ്യാഴികളും ഉണ്ടാകും, പല പ്രയാസങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ മേലധികാരികളിൽ നിന്ന് വഴക്കും ശാസനകളും ഒക്കെ കേൾക്കും. എന്നാൽ നമ്മുടെ അപ്പൻ ഒരിക്കലും നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളോട് പറയാറില്ല, ഞാൻ ഇന്ന് ജോലി സ്ഥലത്ത് ഒത്തിരിയേറെ വഴക്ക് കേൾക്കേണ്ടി വന്നു, അല്ലെ ഇന്ന് എനിക്ക് ജോലിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു വിടുന്നതൊന്നും അവർ കൊണ്ടുവരാതിരിക്കുകയില്ല. ഇത് നമ്മുടെ അപ്പൻ നമ്മളിൽ നിന്ന് മറച്ചു പിടിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ അവരുടെ ജീവിതത്തിലെ മക്കൾ അറിയാതെ ഒത്തിരിയേറെ യാതനകളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മക്കൾ ഇതൊന്നും അറിയണ്ട, അവരുടെ മനസ്സ് വിഷമിക്കണ്ട, അവരെ എന്തിനാണ് മനസ്സ് വിഷമിച്ച് അവർ ദുഃഖിക്കുന്നത് എന്നൊക്കെ ഓർത്ത് ഇങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ മക്കളറിയാതെ മാതാപിതാക്കൾ മറച്ചു പിടിക്കുന്നുണ്ട്.
എന്തിനാണെന്നറിയാമോ? നമ്മളുടെ കണ്ണുകൾ നിറയാതിരിക്കാൻ. ഒരു കുഞ്ഞിൻ്റെ കണ്ണ് മാതാപിതാക്കളുടെ പ്രയാസം മൂലം നിറയരുത് എന്നാണ് ഭൂരിഭാഗം മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ഭൂരിഭാഗം മാതാപിതാക്കളും തങ്ങളുടെ വിഷമങ്ങൾ മക്കളെ അറിയിക്കാതാണ് മക്കളെ അവർ വളർത്തുന്നത്. അവരെത്ര കഷ്ടപ്പാടുകളിലൂടെ പോയാലും, അവരെത്ര പ്രയാസങ്ങളിലൂടെ കടന്നു പോയാലും തങ്ങളുടെ മക്കൾ ഇതൊന്നും അറിയണ്ട, എൻ്റെ മക്കളെ ഇതൊന്നും അറിയിക്കണ്ട എന്നുള്ള ചിന്താഗതിയിലൂടെയാണ് എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ വളർത്താറുള്ളത്. ചിലരൊക്കെ ഒരുപക്ഷെ അവരുടെ പ്രയാസങ്ങളെ നമ്മളോട് പറഞ്ഞെന്നിരിക്കും. എന്നാൽ ഭൂരിഭാഗം മാതാപിതാക്കളും അതെല്ലാം ഉള്ളിലൊതുക്കി, സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി മക്കളിൽ നിന്ന് മറച്ചു വെച്ച് മക്കളോട് പറയാതെയാണ് കടന്നു പോയിട്ടുള്ളത്. പല മക്കളും അവരുടെ ജീവിതത്തിൽ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളത് ഒരു സത്യമല്ലേ? പലപ്പോഴും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഏതെല്ലാം പ്രയാസങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും വേദനകളും സങ്കടങ്ങളും വയറ് മുറുക്കി കൊടുത്തും മുണ്ടു മുറുക്കി കൊടുത്തും ഒക്കെയാ ഓരോ മക്കളും വളരുന്നതെന്ന് മക്കളാരും മറന്നു പോകരുത്. കാരണം നിങ്ങളറിയാത്ത ഒത്തിരിയേറെ രഹസ്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. ആ രഹസ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അടുക്കളയ്ക്കുള്ളിൽ അവരനുഭവിക്കുന്ന യാതനകൾ, പുറത്തുപോയി അപ്പൻ അനുഭവിക്കുന്ന വേദനകൾ, ഇതൊന്നും ഒരിക്കലും ഒരു അപ്പനും അമ്മയും മക്കളോട് പറയാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തിനാണെന്നറിയാമോ? മക്കളുടെ കണ്ണുകൾ നിറയുന്നത് കാണാൻ ഒരപ്പനും അമ്മയും ഈ ലോകത്തിൽ ആഗ്രഹിക്കുന്നില്ല. ഞാനിത് പറയുമ്പോൾ പലരും ഓർക്കും, എത്രയോ മാതാപിതാക്കളെ മക്കളുടെ കണ്ണുകൾ നിറയ്ക്കുന്നുണ്ട് എന്ന്. ശരിയാണ്, ചിലരൊക്കെ അങ്ങനെ ചെയ്തെന്നിരിക്കും. എന്നാൽ ഭൂരിഭാഗം മാതാപിതാക്കളും തങ്ങളുടെ വിഷമങ്ങൾ മക്കളോട് പറയാറില്ല, തങ്ങളുടെ പ്രയാസങ്ങൾ മക്കളോട് പറയാറില്ല, തങ്ങളുടെ വേദനകളും കഷ്ടതകളും മക്കളോട് പറയാറില്ല. അതാ ഞാൻ ആദ്യമേ പറഞ്ഞ്, മക്കളിൽ നിന്ന് മാതാപിതാക്കൾ മറച്ചു വെക്കുന്നതും മാതാപിതാക്കൾ മക്കളോട് പറയാത്തതുമായ രഹസ്യങ്ങൾ. ഈ വിവരങ്ങൾ മക്കൾ ജീവിതത്തിൽ അറിയുന്നത് എപ്പോഴാണെന്നറിയാമോ? അവരും മാതാപിതാക്കളായി കഴിയുമ്പോൾ, അവരുടെ മക്കളോട് ഇത് മറച്ചു പിടിക്കുമ്പോൾ അന്ന് അവർ മനസ്സിലാക്കും, എൻ്റെയും അപ്പനും അമ്മയും ഇങ്ങനെയൊക്കെ അല്ലേ എന്നെ വളർത്തിയതെന്ന്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാം, ചേർത്ത് വെച്ച് അവരെ നമുക്ക് സ്നേഹിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.